എല്ലാവർക്കും നമസ്കാരം. അതെ, വീണ്ടും ഞങ്ങൾ എത്തി. പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും എത്തി. ഞാൻ ശ്രീജ, ഞാൻ മിനി. ഓക്കെ. അപ്പം ഇന്ന് പുതിയ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുംപുറവും പ്രദേശമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടുംപുറത്തെ ഞങ്ങളുടെ ഒരു ഏട്ടനായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ മണികണ്ഠേട്ടൻ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ കെയർ ഓഫിൽ അത് സെയിൽ ചെയ്യാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്ലോട്ടിലേക്ക് ഒന്ന് പോയാലോ? പ്ലോട്ടൊക്കെ ഒന്ന് കണ്ട് മണികണ്ഠേട്ടൻ എന്താ പറയാനുള്ളത് എന്നൊക്കെ കേട്ടിട്ട് നമുക്ക് ഒന്ന് തിരിച്ചു വരാം. ഓക്കെ. മണിയേട്ടൻ നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് അപ്പോൾ എന്താ പറയുക മണിയേട്ടാ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആ സ്ഥലം എവിടെയാണ്? തൊട്ടടുത്തായിട്ട് അതിമനോഹരമായ പ്ലോട്ടാണല്ലേ. അപ്പോൾ നമുക്കൊരു പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ആർക്കെങ്കിലും ആ പ്ലോട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറൊരു പറയാനൊക്കെ ഉപകാരമായി അല്ലേ? മെല്ലെ നടന്നാലോ? മെല്ലെ നടക്കാം. പക്ഷെ ഇത് പറയുമ്പോൾ ഒരു നാട്ടിൻപുറമാണോ ചോദിച്ചാൽ അതുമാണ് അല്ലേ? എന്നാൽ ടൗണായിട്ട് ബന്ധമുണ്ടോ? ടൗണായിട്ട് 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് കിടക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പ്ലേസാണ്. അമിത റേറ്റ് ഇല്ലാതെ മിതമായ റേറ്റ് 14 അടി വീതി ഫ്രണ്ട് കാർ. നമ്മൾ നടന്നു വന്ന ഏരിയ എന്ന് പറയുന്നത് ഈ റോഡ് വലിയ വണ്ടി പോകാനുള്ള സംവിധാനം ഇവിടെ ഞങ്ങളുടെ കാറിന് ഇപ്പോൾ അടുത്ത് നടക്കും. ഈ മാസം നടക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്കൂൾ അടുത്താണ്. സ്കൂൾ അടുത്താണ്. ഇവിടെ അടുത്താണ്. പിന്നെ ഇപ്പോൾ ബസ് കയറാൻ എനിക്ക് അടുത്താണ്. ബസ് കയറാൻ വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു മിനിറ്റോ 2 മിനിറ്റോ നടന്നാൽ ബസ് 1.5 കിലോമീറ്റർ എസ്റ്റിയുള്ളൂ കാനഡയ്ക്ക്. ഹൈവേ, നാഷണൽ ഹൈവേ. അത്ര അഡ്വാൻറ്റേജുള്ള സ്ഥലമാണ്. ഈ വെള്ളത്തിൻ്റെ കാര്യം എന്താണ്? വെള്ളം ഏകദേശം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 3-4 ബോർവെൽ അടിച്ചു കഴിഞ്ഞു. 3-4 ബോർവെല്ലിലും അത്യാവശ്യം വെള്ളമില്ല. അപ്പോൾ നമുക്കിത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിനും തൃശ്ശൂരിനും ഇടയിലുള്ള നാഷണൽ ഹൈവേ, അതിൻ്റെ നടുക്ക്, അതായത് ഈ പാലക്കാടിനും തൃശ്ശൂരിനും നടുക്കായിട്ടുള്ള വടക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിനോട് ചേർന്നാണ് ഈ സ്ഥലം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഈ ഒരു ഹൈവേയിൽ നിന്ന്, നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാത്രമേ ഉള്ളൂ. ബസ് സൗകര്യം അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഒരു നാട്ടിൻപുറം എന്ന് വെച്ചാൽ നാട്ടിൻപുറം അല്ല, ടൗണാണോ ടൗണും അല്ല, എന്നാൽ രണ്ടും കലർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ട് തന്നെ വിവിധ തരത്തിലുള്ള ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, അതുപോലെ ചർച്ച് എല്ലാം തന്നെ ആരാധനാലയങ്ങൾ ചുറ്റുമുണ്ട്. പിന്നെ തന്നെയല്ല തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല സൊസൈറ്റി, പാൽ സൊസൈറ്റി തൊട്ടടുത്താണ്. സ്കൂള്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോട് അടങ്ങിയുള്ള കടകൾ, എല്ലാ സൗകര്യങ്ങളോടും അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു ഭംഗി, പച്ചപ്പും ഭംഗിയൊക്കെ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം. ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണം. ഉണ്ടോ? എന്താ കടച്ചക്കയാണ് ഉണ്ടായിട്ട് നിൽക്കുന്നത്. കടപ്പിലാവായത് കാരണം അതിൽ മുറിച്ചില്ല. നിറയെ കടച്ചക്ക ഉണ്ട്. അത്യാവശ്യം തെങ്ങ് അവിടെ ഇവിടെയൊക്കെ 1-2 ഉണ്ട്. അപ്പോൾ എന്ത് നട്ടാലും ഉണ്ടാവുന്നൊരു പ്ലോട്ടാണ്. നമുക്ക് ഈ പച്ചപ്പ് തന്നെ വളരെ വ്യക്തമാണ്. വേനൽക്കാലാണെന്നിരുന്നാൽ ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു പറമ്പിൻ്റെ ഐശ്വര്യം എങ്ങനെയാണെന്നുള്ളത്. അതെ അതെ. ആടും മാടൊക്കെ മേഞ്ഞ് നടക്കുന്ന വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതുകൊണ്ട് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ചില ആളുകൾ 5 സെൻറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ചിലർ 7, ചിലർ 15, അങ്ങനെ പല പല കഷ്ണങ്ങളായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. എങ്ങനെ വാങ്ങിച്ചാലും അത് ഭംഗിയുള്ളൊരു, അതെ, ഭംഗിയല്ലേ, നല്ല അടിപൊളി സമചതുരം, എവിടെ ഒരു കയറ്റിറക്കില്ല. അടിപൊളി സൈറ്റ്. അപ്പോൾ ഇതിപ്പോൾ മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ടായിരുന്നു സ്ഥലം? ഇത് 1.40 ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 3-4 പ്ലോട്ട് കച്ചവടം കഴിഞ്ഞു. 4-5 കച്ചവടം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ 2 പ്ലോട്ട് ഈ അടുത്ത മാസം ഏകദേശം കണക്ട് ഏകദേശം സ്പീഡിൽ ഇത് ആവും. അപ്പോൾ ടാറിങ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പോസ്റ്റിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത മാസം കൊണ്ട് ശരിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും ഏകദേശം ഇതാവും. സ്പീഡായിട്ട് പോകുന്നതാണ്. എല്ലാ എളുപ്പം വേണ്ടവരെ എളുപ്പം
വാങ്ങിച്ചാൽ അതെ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകൾ സ്ഥലം കിട്ടാനാണ് അല്ലേ? സ്ഥലത്തിനും വളരെയധികം ഡിമാൻഡ്. വേറെ ഈ പരിസരത്ത് എവിടെയില്ല. കാരണം ഒരു പൊള്യൂഷനും ഇല്ല എന്നുള്ളതാണ്. യാതൊരു തര ശുദ്ധമായ വായു, അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും അല്ലെ, ഓപ്പൺ ഏരിയ. അതെ, ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പള്ളികളും ഏത് മതസ്ഥരായാലും ഇവിടെ ക്രിസ്ത്യൻ പള്ളി തേരടയ്ക്ക് 1 കിലോ 1.5 കിലോമീറ്റർ തീർച്ചയായിട്ടും. അതെ, പിന്നെ മുസ്ലിം പള്ളി ഉണ്ട്, അമ്പലമുണ്ട്. അപ്പൊ ഏത് വിശ്വാസികൾക്കും ജീവിക്കാവുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വാങ്ങിച്ചിട്ടാൽ നല്ലൊരു പിന്നീട് മറിച്ചു കൊടുക്കാൻ നല്ലൊരു അതാണല്ലേ, മറിച്ചു കൊടുക്കാനായാലും ബുദ്ധിമുട്ട്. കാരണം ആളുകൾ വഴി, വെള്ളം, വെളിച്ചം, റോഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അതെല്ലാം സൗകര്യം എല്ലാത്തിനും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ പറയണ പോലെയല്ല, നേരിട്ടൊന്ന് വന്ന് കാണാം. കാണുമ്പോൾ ഞാനും ഇപ്പൊ പ്ലോട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗി പ്രതീക്ഷിച്ചില്ല. ചില കാര്യങ്ങൾ മുറ്റത്തും വിലയ്ക്ക് മണല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അറിയപ്പെടാതെ പോകില്ല. അപ്പോൾ മണിയേട്ടാ, നമുക്ക് പ്രേക്ഷകരോട് എന്താണ് മണിയേട്ടൻ പറയാനുള്ളത്? പരമാവധി ആവശ്യമുള്ള എളുപ്പം വാങ്ങിച്ചിട്ടാൽ അത്ര നല്ല, എന്തെങ്കിലും ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന അതാ സാധാരണക്കാരന് വാങ്ങിക്കാവുന്ന വിലയിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല വിലയുണ്ട്. നമ്മളെ വെച്ചാൽ 2 രൂപ മുകളിൽ വിലയുണ്ട് സെന്റിന്. നമ്മളിപ്പോൾ അതൊന്നുമല്ല, ഒരു 1.5 തട്ടി വരുന്നുണ്ട്. പിന്നെ പരമാവധി പാവങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാണുന്നവരെന്തായാലും ഞങ്ങൾ മണിയേട്ടൻ്റെ നമ്പർ ഇത് കൊടുക്കും, കോണ്ടാക്ട് നമ്പർ. നിങ്ങൾ ബന്ധപ്പെടുക, നേരിട്ട് വന്ന് കാണുന്നേ പറയുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്നതിനേക്കാളും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എല്ലാ സംവിധാനവും ഉണ്ട്. ടാർ റോഡാണ്, ഉള്ളിലേക്കും പോക്കറ്റ് റോഡ് 12 അടി വഴി വീതിയുണ്ട്. വലിയ വണ്ടി പോകേണ്ട ഫ്ലോട്ട് തിരിച്ച ഭാഗത്തൂടെ ടാറിങ് ഇപ്പൊ അടുത്ത മാസം ചെയ്യുന്നതാണ്. എല്ലാ കാര്യവും വൃത്തിയായിരിക്കുന്നത്. എന്താണ് ഇനിയിപ്പോൾ പറയാനുള്ളത്? ഇനി പറയാനുള്ള കോണ്ടാക്ട് നമ്പർ മണിയേട്ടൻ പറഞ്ഞോളൂ. മണിയേട്ടൻ്റെ നമ്പർ പറഞ്ഞോളൂ. എൻ്റെ നമ്പർ 9656463479. 9656463479. അഥവാ അതിൽ കിട്ടിയില്ലെങ്കിൽ 9074376193. അത് ചേച്ചിയുടെ നമ്പർ. എൻ്റെ നമ്പർ 9207653514. അതെൻ്റെ നമ്പർ. ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നേരിട്ട് വന്നാൽ കാണാനുള്ള സൗകര്യം ഉണ്ടാവും. സ്ഥലവും വീടൊക്കെ വെക്കാൻ മോഹിക്കുന്ന ആളുകൾ ഞങ്ങളെ ഈ ഒരു നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, വരിക അല്ലേ? തീർച്ചയായിട്ടും ഇത് കാണണം. ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾക്ക് സ്ഥലം നോക്കി തന്നതെല്ലാം മണികണ്ഠേട്ടനാണ്. ഞങ്ങളുടെ ചേച്ചി ഇപ്പോഴും ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ ആളുടെ അടുത്ത് ഓടി വന്നത്. നമ്മൾക്ക് എന്ത് വീട്ടിൽ എന്ത് കാര്യങ്ങൾക്കും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യുന്ന ഒരാൾ. പറഞ്ഞതിലൊന്നും മായമില്ല, യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം നന്ദി, സ്നേഹം തൽക്കാലത്തേക്ക് വിടാം.